ഹായ് ഫ്രണ്ട്സ്, ഓഗസ്റ്റ് 16 ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ. അന്നൊരു വൈകിട്ട് ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. എൻ്റെ വക ഒരു ഡ്രസ്സും ഫുഡും ഒക്കെ ഞാൻ ഓഫർ ചെയ്ത് കൊണ്ടുപോയതാണ്. വൈകുന്നേരം ഒന്നും പറയാൻ ഒക്കത്തില്ല കേട്ടോ, രാത്രിയായി, ഒരു സമയമായി. കടകൾ മിക്കതും അടച്ച് കാണുവേ. ഞങ്ങൾ നേരെ ചെന്നത് ട്രെൻഡ്സിലേക്കാണ്. ആ നിൽക്കുന്ന ചേട്ടൻ്റെ പ്രതിമ കണ്ടോ, കുഞ്ഞാറ്റിക്ക് ഒരുപാട് ഇഷ്ടമായി. അതിൻ്റെ ചുറ്റും കറങ്ങി പറ്റിയൊക്കെ ഒട്ടി നിൽക്കുമായിരുന്നു, കയ്യിലൊക്കെ പിടിച്ച്, ഉടുപ്പയിലും പിടിച്ച്, അതിൻ്റെ മൂക്കയിലൊക്കെ പിടിച്ച്. നല്ല രസമായിരുന്നു. എന്തായാലും കുഞ്ഞാറ്റ കുറേ നേരം അതിനെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുമായിരുന്നേ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡിനുള്ള ഡ്രസ്സുകളൊക്കെ, വലിയ ഓഫറൊന്നും ഇല്ല, എന്നാൽ ചെറിയ ഓഫറൊക്കെ ഉണ്ട്. ഓണം പ്രമാണിച്ചിട്ട് 599 699 ഒക്കെ ഉണ്ട്. ഞാൻ അന്നേരം ഓരോ ഷർട്ടൊക്കെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഹസ്ബൻഡിൻ്റെ കൈ കൊടുത്ത് ഹസ്ബൻഡ് അത് വെച്ച് നോക്കുന്നു. പിന്നെ നല്ല രസം തോന്നുവേ ഈ ടോപ്പ് കുർത്തീസൊക്കെ കണ്ട. പക്ഷേ എടുത്ത് നൂത്ത് നോക്കുമ്പോൾ ഒട്ടും കട്ടിയില്ല കേട്ടോ. ഞാനതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. കാണുന്ന ഭംഗി നൂത്ത് നോക്കുമ്പോഴൊന്നും ഇല്ലേ, ഒട്ടും കട്ടിയില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് എടുത്തില്ല. വേറെ ഒരു ടോപ്പ് ഞാൻ എടുത്തു. നന്ദൂട്ടി എനിക്ക് ടോപ്പ് ഒക്കെ സെലക്ട് ചെയ്ത് കൊണ്ട് തരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. നമ്മുടെ നന്ദൂസിൻ്റെ പുറകെ നടക്കുന്നത് തന്നെ അവിടെ ചെന്നിട്ടൊരു പണിയായിരുന്നേ. കുഞ്ഞാറ്റയാണെങ്കിൽ കുഞ്ഞാറ്റേന്ന് അവളെ വിളിക്കും കേട്ടോ ഓരോരുത്തർ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ. അവളിലാണെങ്കിൽ കാണുന്ന ഓരോന്നിൻ്റെയും പുറകിൽ ഇങ്ങനെ നടക്കുന്ന, അവിടെ പുറകെ നടക്കുന്നത് തന്നെ ഒരു പണിയായിരുന്നു. പിന്നെ അവൾക്ക് വേണ്ടുന്ന കുറച്ച് ഐറ്റംസ് അവൾ തന്നെ കണ്ടുപിടിച്ചു. പിന്നെ അവിടെ ആയിരുന്നു അവളുടെ പണി. അവൾക്ക് കയ്യിലിരിക്കുന്ന ബോയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓരോന്നെടുത്ത് നോക്കുമായിരുന്നു. നന്ദൂസ് തറയിൽ വീഴുന്നത് സ്വന്തമായിട്ട് എടുത്തു വെക്കാൻ നോക്കും. എടുത്തു വെക്കുമ്പോൾ വേറെ ഏതെങ്കിലും തറയിൽ വീഴും. അവളെ നോക്കാൻ തന്നെ ഒരാളെ കൊണ്ടുപോയാൽ കൊള്ളായിരുന്നു എന്ന് തോന്നി. ഹസ്ബൻഡ് ഷർട്ടൊക്കെ ഇട്ട് നോക്കുവാണ് കേട്ടോ. 2 എണ്ണം എടുത്താൽ എൻ്റെ വകയായിരുന്നു. അവൾക്ക് അവിടുത്തെ തറ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഉള്ളത് പറഞ്ഞാൽ അഴുക്കൊന്നുമില്ല കേട്ടോ, എന്നാലും തറയല്ലേ, എത്ര പേര് നടന്നതാണ്. എത്ര പറഞ്ഞാലും കേൾക്കാതെ അവൾ ആ തറയിൽ കിടന്ന് ആന കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവരെ ഒന്ന് സഹായിച്ചു, തറ തുടച്ചു കൊടുത്തു, ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടേ. നല്ല രസം കേട്ടോ. അവിടെ ഉള്ളവരൊക്കെ നന്ദൂട്ടിയുടെ ഫാൻസായി. നന്ദൂട്ടിയും കൊണ്ട് എവിടെയെങ്കിലും പോയാൽ നമുക്ക് അവളെ നോട്ടം തന്നെ മെയിൻ പണി. അങ്ങനെ എനിക്കൊരു കുർത്തിയും ഹസ്ബൻഡിന് 2 ഷർട്ടും കുഞ്ഞാറ്റയ്ക്കാണെങ്കിൽ അവളുടെ കുറച്ച് സാധനങ്ങളും ഒരു ഉടുപ്പും ഒക്കെ എടുത്തിട്ട് ഷോപ്പിംഗ് അവസാനിപ്പിച്ചു. സമയം അന്നേരത്തിന് നല്ലൊരു സമയമായി, ഒരുപാട് ഇരുട്ടി. അത് കഴിഞ്ഞിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. മഴയൊന്നും പരിഗണിക്കാതെ നേരെ അടുത്തത് ഐസ്ക്രീം കഴിക്കാൻ പോയി. 9:30 ആയി കേട്ടോ സമയം. ഞാൻ കറക്റ്റ് സമയം പറഞ്ഞു തരാം. എന്നാലും ഐസ്ക്രീം ആയതുകൊണ്ട് അവിടെ ഇരുന്ന് കഴിച്ചോളാൻ അവർ പറഞ്ഞു. നന്ദൂസിന് ബോൾ ഐസ്ക്രീം മതി, വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞൊരു ബോൾ വാങ്ങിച്ചതാണേ. എന്നിട്ട് ബാക്കി ഐസ്ക്രീമൊക്കെ കണ്ടപ്പോൾ അവൾക്ക് അതെല്ലാം വേണം. നന്ദൂസിന് ഇപ്പോഴാണെങ്കിൽ ഐസ്ക്രീം തിന്നാനൊന്നും ആരും പഠിപ്പിക്കേണ്ട കേട്ടോ. കഴിച്ചിട്ട് ഒരുപാട് വാങ്ങിച്ചു കൊടുക്കത്തില്ല, എന്നാലും ഇങ്ങനെ പോകുമ്പോൾ അമ്മയെ ഐസ്ക്രീം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കഷ്ടം തോന്നി ചിലപ്പോൾ വാങ്ങിക്കാറുണ്ട്. ഇതുവരെ ഐസ്ക്രീം കഴിച്ചതിൻ്റെ പേര് അവൾക്ക് പനിയൊന്നും വന്നിട്ടില്ല. ഐസ്ക്രീമൊക്കെ തിന്നാൻ നല്ല എക്സ്പെർട്ടായിപ്പോയി ആളെ. ഇപ്പോൾ അല്ലേ ഇങ്ങനെ പോവുക, കടയിൽ കയറി കഴിക്കുക. നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ ആ ഐസ്ക്രീം വണ്ടി എവിടെയെങ്കിലും മണിയടിക്കുന്ന കേൾക്കുമ്പോഴത്തേന് എന്തൊരു സന്തോഷവും ചാട്ടമായിരുന്നു. വീട്ടിൽ നിന്ന് പൈസയും വാങ്ങിച്ചുകൊണ്ട്. അതൊക്കെ ഒരു കാലമല്ലേ, ഓർക്കുമ്പോൾ ഇപ്പം നല്ല രസം തോന്നുന്നു. ഇപ്പോൾ കാലമൊക്കെ മാറി. ഇപ്പോൾ ഐസ്ക്രീം വണ്ടി ഒന്നും നമുക്ക് ആ സൗണ്ടൊന്നും മണിയടിക്കുന്നത് കേട്ടാൽ വലിയതൊന്നും തോന്നാറില്ല. അങ്ങനെ കാണാറുമില്ല. കടകളിലൊക്കെ ഇഷ്ടം പോലെ സുലഭമായിട്ട് കിട്ടും. നന്ദൂസിന് കടയിലൊരു ചേട്ടനാണെങ്കിൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് കൊടുത്തേ കേട്ടോ. നന്ദൂസ് സ്വന്തമായിട്ടാണ്, കണ്ടോണേ, മുഖമൊക്കെ തുടച്ച് കസേരയിലിരുന്ന നന്ദൂസ് കയറി അവസാനം ആ മേശയുടെ മുകളിലിരുന്ന്. 9:30 കഴിഞ്ഞു, ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. വിശപ്പൊക്കെ അടിച്ചു തുടങ്ങി. ഇനി കടകളിൽ ഇരുന്ന് കഴിക്കാനുള്ള ചാൻസ് കുറവാണ്. ഇവിടെ തന്നെ ഫുഡ് ഉള്ളതായിരുന്നു. പാഴ്സൽ തരാമെന്ന് പറഞ്ഞു. ഇവിടുന്ന് പിന്നെ ഞങ്ങൾ വാങ്ങിച്ചില്ല കേട്ടോ. നമ്മുടെ പത്തനാപുരത്തെ കൊയിലോണാണേ. നന്ദൂസിൻ്റെ ഐസ്ക്രീം തീറ്റി കാരണം ഇങ്ങനെ ഇരിക്കുക. കട ക്ലോസ് ചെയ്യാറൊക്കെ ആയെന്ന് പറഞ്ഞു. വെളിയിൽ മഴ പെയ്യുന്നുണ്ട്. നന്ദൂസ് നല്ല അടിപൊളിയായിട്ട് മുഖമൊക്കെ തുടച്ച് അങ്ങനെ ഇരിക്കുക. ഞങ്ങളുടെ ഐസ്ക്രീമൊക്കെ ഞങ്ങൾ എപ്പോഴേ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കടയിൽ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ച് ബില്ലും കൊടുത്തിട്ടാണ് നന്ദൂസിനെ കാത്ത് ഞങ്ങളിവിടെ നിൽക്കുന്നത്. നന്ദൂസ് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക. അവസാനം അച്ഛൻ പറഞ്ഞ ഐസ്ക്രീം അടച്ച് വെക്ക്, നമുക്ക് വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. തണുപ്പൊന്നും ഒരു പ്രശ്നമേ അല്ല അല്ലേ? എങ്ങനെയാണ് വാങ്ങി കഴിക്കുന്നത്?
അച്ഛൻ ഐസ്ക്രീം ചോദിക്കുന്നുണ്ട്. അച്ഛൻ്റെ ഐസ്ക്രീമൊക്കെ അങ്ങ് ആൾ കൈ വാങ്ങിച്ച് വെച്ചു കേട്ടോ. അച്ഛൻ ഐസ്ക്രീം ചോദിക്കുന്നുണ്ട്. എന്നിട്ട് വായിലോട്ടൊന്ന് കൊണ്ട് മുട്ടിക്കാമെന്ന് എന്നുവെച്ചാൽ അവൾ അവിടെ കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ വായിലൊന്ന് മുട്ടിച്ച് തരാമെന്നുള്ള ഇതിലായിരുന്നേ. അച്ഛൻ്റെ ഐസ്ക്രീമൊന്നും കൈ കൊടുത്തില്ല. പിന്നെ നന്ദൂട്ടി ഐസ്ക്രീമൊക്കെ കഴിപ്പിച്ച് ഒരുവിധം ഇറങ്ങി. പിന്നെ ചെന്ന് ഇനി 10 മണിയായി, കഴിക്കുന്നത് മോശമല്ലേ, വീട്ടിൽ പോകണ്ടായോ, മഴയും ചാറുന്നുണ്ട്. ആ മഴയും നനഞ്ഞുകൊണ്ടാണ് പോയത്. നന്ദൂട്ടിക്ക് എന്തായാലും ഒരു തൊപ്പി ഉണ്ടായിരുന്നു. നമ്മുടെ മാലി പോയിട്ട് നല്ല പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വാങ്ങിച്ച് വീട്ടിൽ വന്നിരുന്നാണ് കഴിച്ചത് ഗൈസ്.